അനന്തരവള്. വൈകുന്നേരം അമ്പലത്തിൽ ഡാൻസ് ഉണ്ട്, ഗംഭീരമായിരിക്കും, വന്നേക്കണം. ആട്ടെ ആട്ടെ. ശരി ശിവദാസ. നമസ്കാരം അമ്മാവ. മോളെ ഹേമേ, നിന്റെ മുത്തച്ഛനാണ്, ചെന്ന് അനുഗ്രഹം വാങ്ങിക്കൂ. ചിരഞ്ജീവി. അമ്മായിയാ മോളെ. രാത്രി ക്ഷേത്രത്തിൽ മോളുടെ നൃത്തപരിപാടി ഉണ്ട്. അവിടുന്ന് വന്ന് ആശീർവദിച്ചാൽ വളരെ തൃപ്തിയായിരിക്കും. വരട്ടെ അമ്മാവ. വാ മോളെ. പിന്നെ മോളെ കണ്ട ചേച്ചിയെ പോലെ തന്നെയായിരിക്കുന്നേ. ആ കണ്ണും ആ മൂക്കും എല്ലാം. എന്റെ മോൾ ഇങ്ങനെ ആയിരുന്നില്ല. അവളെ കണ്ട ഇങ്ങനെയായിരുന്നു. നല്ല വജ്രം പോലെ അവളിരുന്നത്. ഹേമി ഇപ്പൊ കാണുന്ന തരത്തിലായിരിക്കില്ല അച്ഛാ. ഇന്ന് ഇത്രയും നേരം ട്രെയിനിലും ബോട്ടിലും യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് വന്നതുകൊണ്ടാ ക്ഷീണിച്ചിരിക്കുന്നത്. പിന്നെ അല്പം കഴിഞ്ഞ് മഞ്ഞൾ പുരട്ടി കുളിച്ചിട്ട് വന്നാ കൊന്നപ്പൂ പോലെ ഉണ്ടായിരിക്കും പെണ്ണ്. ആരാ കുളിപ്പിക്കേണ്ടത്? ഞാനാണോ ഇവനാണോ? നിങ്ങളൊക്കെ ഇവിടെ വേഷവും കെട്ടി കഥയും പറഞ്ഞിരുന്നാൽ അവിടെ കുളിപ്പിക്കാനൊക്കെ ആരാ ഉള്ളത്? പിന്നെ ഞാൻ തന്നെ പോണെന്നാണോ? അത് തന്നെ, വേഗം ചെല്ല്. ശകലം കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് മാറിയെന്ന് വന്നുകൂടായില്ല. ആ രാജുവിന്റെ വീട്ടിലാണ് അവരൊക്കെ. നീട്ട് നീട്ട്. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല വൈദ്യരെ. എന്നാൽ ഇവിടെ ഉണ്ടാകണം. ഉണ്ട് വൈദ്യരെ. ഉണ്ടാകും. ഇനി ആരെടുത്തും വഴക്കിന് പോയേക്കരുത്. ഇല്ല. പോയതിന് പ്രായശ്ചിത്തമായിട്ട് 2 കെട്ടുകൂടെ കെട്ടിയേക്കണം. ആട്ടെ. വൈദ്യരെ, വൈദ്യരെ, വൈദ്യരെ. ആരാടാ ഈ മുഖം മൂടി? അയ്യോ, മുഖം മൂടിയൊന്നല്ല, നമ്മുടെ മാധവന്റെ മകൻ ഗോവിന്ദൻ. എന്താടാ ഇത്? ഭഗവാന്റെ കൂട്ട് പ്രപഞ്ചമെല്ലാം വായിക്കാണിക്കാൻ പോവാടാ? അല്ലല്ല, ഇന്നലെ ഉത്സവത്തിന് വന്ന് കണ്ടമാനം വലിച്ചു വാരി തിന്നു. അപ്പൊ തുടങ്ങി ഒരേ ഛർദിയിലാ. കുറച്ചു നേരം മുമ്പ് ഒരു ഛർദിയിൽ ഛർദിച്ചോടെ തുടങ്ങിയതാ. തുറന്ന വായി തുറന്നവിടെ ഇരിക്കുക. എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. എന്തോന്നാടാ തിന്നത്? ചക്ക തന്നെയാണോടാ തിന്നത്, അതോ വേറെ വല്ലതും തിന്നോ? പറ. എല്ലാവരും തിന്നുന്നൊക്കെ ഛർദിക്കണോടാ. തിന്നിട്ട് ഇനി അതൊക്കെ വന്നതെന്ന് എങ്ങനെയാ നിശ്ചയിക്കും? മിണ്ടായിട്ടോ, രോഗി പറയട്ടെ. താൻ രോഗിയെ കൊണ്ട് മിണ്ടിക്കല്ലോ. എന്നാ താൻ തന്നെ മരുന്നും കൊടുക്ക്. വിളിച്ചോട്ട് പോ. എന്നല്ലാതെ ഒന്നും പറയുന്നില്ല. ഓട്ടെ, അതെങ്കിലും പറയട്ടെ. വെറുതെ കിടന്ന് ചാടാതെ. താൻ വായടച്ചാ ഇവൻ വാ തുറക്കും. എന്റെ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, അകത്തുണ്ട്. ഡേയ്, ഇവരെ അകത്തേക്ക് വിളിച്ചോണ്ടിയല്ലേ? വൈദ്യരെ, നിങ്ങൾ ഗോവിന്ദനെ രക്ഷിക്കണം. രക്ഷിക്കാം രക്ഷിക്കാം. ഡേയ്, എവിടെയാ വേദന? ഇവിടെയാണോ? ഇവിടെയോ? ഇവിടെ ഉണ്ടായിരിക്കും. കൊണ്ട 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 കൊണ്ട. വൈദ്യരെ, ഇത് പിടിച്ചോ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഇതങ്ങ് വിഴുങ്ങിയ നിന്റെ നാക്ക് താനെ അകത്തേക്ക് വരും. ശരിയായി. ഇതെന്താടാ? പിടി. ചുമ്മാ ഇങ്ങനെ കാണുന്നൊക്കെ തിന്നാൽ നിന്റെ വാ മാത്രമല്ല കൈയും കാലും ഒക്കെ പോക്കാവും, പറഞ്ഞേക്കാം. പോ. മുത്തച്ഛ, പറയൂ. ഗോത്രം, നക്ഷത്രം? കൗടില്യ ഗോത്രം, പുണർതം നക്ഷത്രം. പേര് ഹേമ. ഓം ദേവശ്ചത്വാ സവിതു പ്രസവേ സ്വിനോർബാഹുഭ്യാം പൂഷ്ണോസ്താഭ്യാം ഗൃഹാതു.
ആഹാഹാഹാഹാ. ആ മുദ്ര പിടിക്കുന്ന രീതി, ആ ഭാവപ്രകടനം, സാക്ഷാത് പാർവതീദേവി പ്രത്യക്ഷമായി നൃത്തം ചെയ്യുന്നത് പോലുണ്ട്. നോക്കണേ യാജുലു, നിങ്ങളുടെ ശാഠ്യമൊക്കെ അങ്ങ് വിട്ടിട്ട് മിണ്ടാതെ കണ്ട് ആ കുട്ടിയെ പൗത്രനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണം, മറ്റൊന്നും ചിന്തിക്കണ്ട. പൊതുമധ്യത്തിൽ ചിലങ്ക കെട്ടി ഭാഗവത് പാടുന്ന പെണ്ണിനെ പവിത്രമായ കുടുംബത്തിലേക്ക് ഞാൻ കൊണ്ടുവരണമെന്നാണോ? നിർത്തടാ. ആകട്ടെ യാജുലു, പൂജാ സമയത്ത് നിങ്ങൾ നൃത്തം ദർശയാമി എന്ന് പറയാറില്ലേ? അത് ശരി, അത് ഭഗവാൻ നടത്തുന്ന ഒരു പൂജയാണ്. അവളും നൃത്തം കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണെന്ന് വെച്ചോ. അതുകൊണ്ട് ഇനി ഒന്നും സംശയിക്കാതെ ഇത്തവണയെങ്കിലും അതങ്ങ് നടത്തണം. നിങ്ങൾ കരയിലിരിക്കുകയാണ്, നിസ്സാരമായിട്ട് സംസാരിക്കാം. ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവനാണ്. ഓരോ ചൂടും വെക്കണമെങ്കിൽ എനിക്ക് 10 തവണ ആലോചിക്കണം. കേട്ടോ യാജുലു, എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ടാകട്ടോ ഇങ്ങനെ കരക്കിരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഇല്ലെന്നൊരു നിങ്ങളോടൊപ്പം ഞാനും വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ പറയുമായിരുന്നു. നിർത്തടാ. പരീക്ഷിത്ത് മഹാരാജനെ പണ്ട് പാമ്പ് ഒന്ന് കടിച്ച കഥ അറിയില്ലടാ. വെള്ളത്തിൽ ജലജന്തുക്കളുണ്ടാ, നോക്കിയിട്ട് ഒഴിക്കണം. കാണട്ടെ. ഒന്നുമില്ല, ഒഴിച്ചോ. ഒഴിക്കാൻ പറഞ്ഞ അവനങ്ങ് ഒഴിച്ചോണ്ടേ ഇരിക്കുക. പതുക്കെ ഒഴിയടാ. ഇനി ഒന്നും സംശയിക്കണ്ട. വേദത്തിൽ പിറന്നു വളർന്ന നാട്യത്തെ വേദപണ്ഡിതനായ നിങ്ങൾ നിഷേധിക്കുന്നത് ഭംഗിയായില്ല. ശരിയല്ലേ? ഇനി ഈ വിശ്വാസങ്ങളെല്ലാം കുറെയൊക്കെ മാറ്റിവെക്കൂ. നിങ്ങൾ യാജുലു, ഞാൻ രാജു, പരസ്പരം ഓരോന്ന് ആലോചിച്ചല്ലേ ഇതുവരെ ചെയ്തത്. പിന്നെ ഈ കാര്യത്തിൽ എന്തിനാ എതിർക്കുന്നത്? ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാ. എന്തിനാ അത്? മനസ്സിലായില്ല അച്ഛാ. മുത്തച്ഛൻ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അച്ഛാ, അവളുടെ ചിലങ്ക ഇപ്പൊ എന്തിനാ അച്ഛാ? എന്താ കാരണം പറഞ്ഞേ തീരൂ. എന്തിനാണാവോ വിളിപ്പിച്ചത്? എന്തോ വിചാരിച്ചിട്ടുണ്ട്. എന്തിനാണാവോ? ഇതവളുടെ കയ്യിലിടൂ. സമയമേറെയില്ല. വിവാഹം എങ്ങനെയാ നടത്തുന്നത്? നാളെ കാർത്തിക ശുക്ലപഞ്ചമി ബുധവാരം മിഥുന ലഗ്നത്തിൽ ഹേമയുടെയും ഗൗരിനാഥന്റെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാണ് ദേവി കരുണ കാണിച്ചത്. മോനെ ഗൗരിനാഥ, ദേവിക്ക് അർച്ചന നടത്തും. ഇതാണ് ബാബു അന്ന് അവര് കിട്ടിയ ഊഞ്ഞാല്.
എടാ ഗൗരിനാഥാ, ആ പനി പിടിച്ചെടുക്കുന്ന പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടാടാ? അന്നപൂർണേ, അന്നപൂർണേ, ഇവിടെ ആരുമില്ലേ? അന്നപൂർണേ, എന്താ ചേട്ടാ? ഏമയ്ക്ക് പനിയല്ലേ? ഗൗരിനാഥ എങ്ങോട്ടാ പിടിച്ച് കൊണ്ടുപോകുന്നല്ലോ? അയ്യോ ദൈവമേ, എങ്ങോട്ടാ പോയത്? കൊള്ളു കാണൂ. അയ്യോ ചതിച്ചാടാ മോനെ. അയ്യോ ഇത് കണ്ടോ? ദേ പിന്നെ എന്താ? ഗൗരിനാഥൻ കോവിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി കോവിലിന്റെ കഥ അടച്ചു. അയ്യോ എന്താ? ഞാൻ എത്ര വിളിച്ചിട്ടും കേട്ട ഭാവമില്ല, ബലാത്കാരമായിട്ട് കൊണ്ടുപോയി. നിങ്ങളല്ല എന്ത് ചെയ്യായിരുന്നു വീട്ടിലെ? എടാ ഗൗരിനാഥ, ഗൗരിനാഥ. കതവ് തുറക്കടാ. അയ്യോ ഗൗരിനാഥ. പരമപവിത്രമായ ജഗന്മാതൃ സന്നിധിയിലാണ് നാം. നിർഭയം സത്യം പറയും. പരസ്ത്രീ തായ്ക്ക് സമാനമെന്ന് മനസ്സാവാച വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ. നിന്റെ മനസ്സ് പരാധീനമായിരുന്ന കാരണത്താലാണ് ഇത്രയും നാൾ നീ എന്റെ കണ്ണിൽ ഞാൻ പൂജിക്കുന്ന ദേവിയായി എന്നും കാണപ്പെട്ട് എന്ന് ഇപ്പോൾ എനിക്ക് തീർച്ചയായി. പറയൂ, അവൻ ആരാ? നിന്റെ മനസ്സിലിരിക്കുന്ന മനുഷ്യൻ ആരാണ്? എന്താ എന്താ ഇവിടെ നടന്നത്? അച്ഛാ, അവൻ അവളെ അമ്പലത്തിനകത്തിട്ട് കതറടച്ചിരിക്കുന്നു. മോനെ ഹേമയോടാ. എടാ അവളെവിടെ? എടാ നിന്നോടാ ചോദിച്ചത്. എടാ ഗൗരിനാഥ, പറഞ്ഞിട്ട് പോവാൻ. മോളെ ഹേമേ, നീ എന്തിനാ കുളിച്ചത് പനിയായിട്ട്? എന്താ ഉണ്ടായത്? ഈറം തുണിയാണല്ലോ. അയ്യോ. മുത്തച്ഛ